അങ്ങനെ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. ഏതായാലും എനിക്ക് എയർപോർട്ടിൻ്റെ റൂഫിംഗ് മനോഹരമായ ഡെക്കറേഷൻ വർക്ക് ഒത്തിരി ഇഷ്ടമായി. എന്ത് ചെയ്തു എന്നതിനേക്കാളും എങ്ങനെ ചെയ്തു, എത്ര ഭംഗിയായി ആ കാര്യം ചെയ്യുന്നു എന്നതിലാണ് അതിൻ്റെ പ്രസക്തി. പ്രത്യേകിച്ചും മുംബൈ ഛത്രപതി ശിവാജി മഹാരാജ് ഇൻ്റർനാഷണൽ ടെർമിനലിൻ്റെ മനോഹരമായ റൂഫിൻ്റെ ഈ മനോഹരമായ ഡെക്കറേഷൻ വർക്ക് ചെയ്ത ആരാണെങ്കിലും അഭിനന്ദിക്കുകയാണ്. 3 കിലോമീറ്റർ നീളമുള്ള മേൽക്കൂരയാണ്. അതായത് 30,000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള മനോഹരമായ ഈ പാനൽ പകൽസമയത്ത് നാച്ചുറൽ വെളിച്ചം നമുക്ക് ലഭിക്കും. രാത്രിയിൽ നല്ല മനോഹരമായ ലൈറ്റാണ്. ഈ മേൽക്കൂര താങ്ങി നിർത്തുന്നത് 30 തൂണുകളുണ്ട്. കുട പോലെ നിൽക്കുന്ന ഈ തൂണുകളാൽ ബന്ധപ്പെടുത്തിയിരിക്കുന്ന സ്ട്രക്ചറിനെ ലോട്ടസ് കോളം എന്നാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ് ലഭിച്ചു. ഇനി വിമാനത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. താഴ്ക്കു നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ടിൽ പല വിമാനങ്ങളും വരുന്നു പോകുന്നു. പിന്നെ വെറുതെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. നീണ്ട യാത്രയ്ക്ക് ശേഷം സുഖമായി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചേർന്നു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ആദ്യമേ തന്നെ ഗ്രൂപ്പായി നിന്നൊരു ഫോട്ടോ എടുക്കണം എന്നാണ് പ്ലാൻ. പുറത്ത് ഗൈഡ് മനോഹരമായ ഒരു ബസ്സുമായി ഞങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയോടെ ടൂർ ഓപ്പറേറ്റേഴ്സ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. യാത്ര ചെയ്തതിൻ്റെ ക്ഷീണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എല്ലാവരും നല്ല എനർജിയിലാണ്. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കണം, നമ്മുടെ റൂമിൽ എത്തിച്ചേരണം, ഉറങ്ങണം, നാളത്തെ യാത്രയ്ക്കായി നേരത്തെ ഉണരുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ.